അവരുടെ വയറ്റിലുണ്ടായപ്പോ തന്നെ അള്ളാഹുത്താല ഒരുപാട് പ്രത്യേകതകൾ കാണുന്ന ഈ റീൽസിലൊക്കെ കാണുന്ന തോട്ട്സ് പോലെയൊക്കെ ഉണ്ടല്ലോ, അതന്നെ എത്ര സത്യമാണ് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത് ലോകത്തിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആളാരെ നോക്കുമ്പോ വാതിൽ തുറന്ന പാട് കാണുന്നത് സിദ്ദീഖ് വീടിനെ മുറ്റത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വസിനബിയ ടീമിന്റെ പോഡ്കാസ്റ്റിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശുദ്ധിയെ നമുക്ക് ഒന്നിങ്ങനെ സംസാരിച്ച് ജീവിത ശൈലിയിലൂടെ കടന്നു പോയി നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആരാണ്? അവരുടെ വയറ്റിലുണ്ടായപ്പോ തന്നെ അള്ളാഹുത്താല ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആമിന ബീവി പ്രസവിച്ച് അങ്ങനെ അന്നത്തെ അറബികളുടെ ഒരു ശൈലിയായിരുന്നത് മുലയൂട്ടാൻ മറ്റൊരു സ്ത്രീയെ ഏൽപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു നല്ല രസകരമായ ചരിത്രം അവിടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുലയൂട്ടാൻ പുറത്തുള്ള സ്ത്രീകളൊക്കെ കടന്നു വരുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് അലീമ ബീവി കടന്നു വരുന്നുണ്ട്. ഈ അലീമ ബീവി മറ്റു സ്ത്രീകളടക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് വന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അനാഥനാണെന്ന് അറിഞ്ഞു വന്നു. പക്ഷേ അലീമ ബീവിയാണ് ആ കുടുംബക്കാരെന്ന് എന്തിട്ടുണ്ട് അള്ളാഹിന്റെ കൽപ്പനയായിരിക്കാം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അലീമ ബീവിയെ സെലക്ട് ചെയ്തു. പക്ഷെ അലീമ ബീവിക്ക് എന്തില്ല, താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. കാരണം എന്താ, പ്രതിഫലം അവരുടെ ജീവിതമാർഗം അന്നാതായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത് അള്ളാഹുവിന്റെ കൽപ്പനയായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലീമ ബീവി മുലയൂട്ടാൻ തുടങ്ങാം. അങ്ങനെ മുലയൂട്ടാൻ തുടങ്ങിയ സമയത്ത് അലീമ ബീവി മറ്റു ദാരിദ്ര്യമായിരുന്നു. പക്ഷെ അലീമ ബീവി അങ്ങനെ തങ്ങൾക്ക് മുലയൂട്ടി തുടങ്ങിയ സമയത്ത് അലീമ ബീവിയുടെ കൃഷികൾ, അതുപോലെ അലീമ ബീവിയുടെ ആട്, മാട് എന്നിവയിലേക്ക് ഒരുപാട് പെട്ട് അലീമ ബീവി വളരെ ഉഷാറായിട്ടുണ്ട്. അപ്പൊ സ്വന്തം കൂട്ടുകാരികൾക്ക് പോലും അലീമ ബീവിയുടെ അസൂയ തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാധാന്യം അത്രമാത്രമാണ്. ഇപ്പൊ നമ്മൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വർണ്ണിച്ചാലും തീരൂല. നമ്മള് വേറൊരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ തീരെ സ്ത്രീകളെ പരിഗണിക്കണില്ല എന്ന് പറയുന്നത്. ഈ യുക്തിവാദികളൊക്കെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, ഇസ്ലാമിൽ തീരെ ഒരു വിലയില്ല, സ്ത്രീകളെ ആകെ അടച്ചിടുകയാണ്, മൂടുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മള് റസൂലുള്ളാഹി വരുന്നതിന്റെ മുന്നേ ഉള്ള കാലഘട്ടമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകളൊക്കെ പിഞ്ചു മക്കളൊക്കെ കൊന്നു കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ ഒരു പരിഗണന ഇല്ല. സ്ത്രീകളാണോ ഇത് പെൺകുഞ്ഞുങ്ങളാണോ അവരെ കൊന്നിട്ട് കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു റസൂലുള്ളാഹി കടന്നു വന്നിട്ടുള്ളത്. എന്നിട്ട് കടന്നു വന്നതിന് ശേഷം എന്താണ് അവർക്ക് വേണ്ടത്ര ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധ ഹദീസ് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗ്ഗം. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം പരിഗണിക്കുന്ന അത്ര വേറൊരു മതവും പരിഗണിച്ചിട്ടില്ല. ഇപ്പോ നമ്മുടെ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ തന്നെ മെസ്സി നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സമയത്ത് അവിടുന്ന് മെസ്സി ഒരു ഫുട്ബോൾ ടീമിന് ട്രോഫി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അവിടെയുള്ള പ്ലെയേഴ്സിന് അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരാളെയും പരിഗണിക്കാന്ന്, ഇപ്പോൾ സോനിഫിനായാലും ഇപ്പോൾ നമ്മളൊരാൾ പരിഗണിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്തുണ്ട്, അങ്ങനെ ഒരുപാട് പരിഗണിച്ചതായ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രയോറിറ്റിന്റെ വിഷയം പറയുമ്പോ നമ്മളെ ഫാമിലിയിലുള്ളവർക്കില്ല, ഫ്രണ്ട്സിനില്ല, ആർക്കും നമ്മളിപ്പോ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇനിയിപ്പോ നമ്മളെ റിലേഷൻഷിപ്പിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. സ്വന്തം കൂട്ടുകാരന്മാരുടെ ഇടയിൽ പോലും ഇത് കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ്. നിമിത്തങ്ങളെയും ഉപകൃതികളുള്ളവരെയും സ്വന്തം നിമിത്തങ്ങൾ നിമിത്തങ്ങളെ മനസ്സിലുള്ള ഉപകൃതികൾ കാണാണ്. ഒരിക്കലും നിമിത്തങ്ങളും അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു കൂടെ വരാണ്. ഇവിടുന്ന് പോയി വരുമ്പോ രണ്ടാമത്തേത് അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ വീട്ടിലേക്കും പോയി, നിമിത്തങ്ങളെ വീട്ടിലേക്കും പോകണം. അപ്പൊ രണ്ടാക്കും നല്ല വിശപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നിമിത്തങ്ങൾ വീട്ടിലേക്ക് കയറി, വീട്ടിൽ പോയി അടുക്കളയിലൊക്കെ പോയി നോക്കി, കഴിക്കാനോ ഒന്നുമില്ല. ആ കൈ വെച്ച പാത്രങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളൂ. അങ്ങനെ പോയ തന്നെ നിമിത്തങ്ങൾ അതേപോലെ ഇറങ്ങാണ്. അതേപോലെ ഇറങ്ങിയപ്പോ വാതിൽ തുറന്ന പാട് കാണുന്നത് സിദ്ദീഖ് വീടിനെ മുറ്റത്ത്.
അപ്പോൾ ഇപ്പൊ നമ്മളെ കാലഘട്ടം എടുത്ത് ഇവിടെ വീട്ടിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഓരോ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഏറായിട്ട് നമ്മൾ വേസ്റ്റ് ആയിട്ടൊക്കെ പുറത്തേക്ക് ഒഴിവാക്കണം. നമ്മൾ പലസ്തീനിലെ വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗസൊക്കെ പാവണം. നമ്മള് റീൽസിലൊക്കെ ഇപ്പൊ കാണാം, ഒരു ലൈക്ക് ചെയ്യും നിങ്ങൾക്ക് ഭക്ഷണം ഫുഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അപ്പൊ സോമാലിയയിലൊക്കെ അതന്നെ അവസ്ഥ. എല്ലായിടത്തും അങ്ങനെ വന്ന് നിബിധങ്ങൾ ഇറങ്ങിയപ്പോ നിബിധങ്ങളോട് പറയണം, സിദ്ദീഖ് പറയണേ എന്റെ ഇവിടെ നിൽക്കണോ എന്റെ ഇവിടെ നിൽക്കണ നിബിധങ്ങൾ ചോദിച്ചു. സിദ്ദീഖ് തങ്ങൾ പറയാണ്, നിങ്ങൾ എന്തിനാണോ മടങ്ങി ഇറങ്ങിയത്, എന്തുകൊണ്ടാണ് കയറി, എന്തിനു മടങ്ങി ഇറങ്ങി? അതേപോലെ തന്നെ ഞാനും മടങ്ങി ഇറങ്ങി. അപ്പൊ മനസ്സിലായ കൈവ സിദ്ദീഖ് തങ്ങളും നിബിധങ്ങളോട് ഉണ്ടേനും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിലൊക്കെ നമ്മൾ വളരെയധികം കണ്ട ഒരു വാർത്തയാണ്. കാരണം ആ ഒരു വാർത്ത നമുക്ക് ചർച്ച ചെയ്യാതെ ഈ ഒരു വിഷയം മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല. കാരണം ഫലസ്തീനികളും ഇസ്രായേലികളും തമ്മിലുള്ള യുദ്ധം, ഗാസ എന്ന് പറയുന്ന പാവപ്പെട്ട മക്കള്. കാരണം ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഇസ്ലാമിന് യുദ്ധം ചെയ്യുന്ന ശക്തമായി എത്തിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിയാം, നമ്മളൊരാൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാൻ പോകരുത്. ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് പോലും അവർക്കൊക്കെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. നബിതങ്ങളെ മുൻപല്ല് പൊട്ടിയിട്ടും നബിതങ്ങൾ സഹിച്ച് ക്ഷമിച്ച് നിന്ന ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എതിർത്തിട്ടില്ല, നബിതങ്ങൾ ക്ഷമിച്ചു നിന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ അപ്പോ ഗാസയിലുള്ള മക്കളെ ഈമാൻ പോലും നമുക്കില്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മളെ ഒരാൾ ഇങ്ങോട്ട് അടിച്ചാൽ നമ്മളങ്ങനെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ്. നബിതങ്ങളെ മാതൃകയാക്കിയിട്ടാണ് കൊണ്ടുനടക്കുന്നത്. ഭാഗമാണ്. ചെറിയ മക്കൾ പോലും, അവിടുത്തെ മക്കൾ പോലും ഭക്ഷണം കിട്ടാതെ അവരതും ക്ഷമിച്ച് അതിന്റെ പുറമെ എന്തിനാണ് അവർ കൊല്ലണമെന്നും. പലസ്തീൻ വിഷയം നോക്കുകയാണെങ്കിൽ അത് യുദ്ധം എന്ന് പറയാൻ പറ്റൂല, ഒരു ജനസൈഡാണ് അവിടെ നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കൊല്ലണമെന്ന് പോലും മക്കൾ അറിയണില്ല. ചെറിയ പിഞ്ചു മക്കള് ജനിച്ച് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ അവര് കൊല്ലപ്പെട്ടു പോവാണ്. കൈകാലുകളൊക്കെ വേർതിരിഞ്ഞ് സ്വന്തം ചെറിയ ന്യൂസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ മക്കൾ സ്വന്തം ഉപ്പാനും തിരയാണ്. ചെറിയ മക്കള് പാല് കിട്ടാതൊക്കെ അവിടെ വിശന്നിട്ടൊക്കെ മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടായിട്ട് പോലും അവര് ക്ഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ അടയാളമാണ് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത്. തങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഇമാം മഹ്ദി ഇറങ്ങി വരല്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ നടക്കല്. അപ്പോൾ ഗാസയിലെ മുസ്ലിങ്ങൾക്ക് അല്ലാഹു രക്ഷ കൊടുക്കട്ടെ, എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ നിവർത്തില്ല. ഇതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അക്രമങ്ങളൊക്കെ അധികരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മളെ ലഹരിയും അധികരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ഈ അടുത്ത് ജാമിഅ ഫിസ്റ്റിലെ വിഷയം ഉണ്ടായിരുന്നു, ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ചുള്ള വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ChatGPT സെർച്ച് ചെയ്ത സമയത്ത് അതിൽ ChatGPT നമുക്ക് തന്ന ആൻസർ എന്താ ചോദിച്ചാൽ 99% ആളുകളും ലഹരിക്ക് അടിമപ്പെട്ടു എന്നാണ് പറയുന്നത്. 1% ആളുകൾ മാത്രമേ ഇന്ന് എന്ത് ചെയ്യണുള്ളൂ, ലഹരി ഉപയോഗിക്കാതെ ജീവിക്കുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോഴത്തെ സ്കൂളിലെ കാലഘട്ടം ഒരു 10 വയസ്സ് മുതൽ ഒരു 30 വയസ്സിൻ്റെ 35 വയസ്സിനുള്ളിലുള്ള കുട്ടികളാണ് അധികം ലഹരി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ പ്രായമൊക്കെ വിട്ടുപോയി ഇപ്പോഴത്തെ ചെറിയ കുട്ടികളിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ കാണുന്ന ഈ റീൽസിലൊക്കെ കാണുന്ന തോട്ട്സ് പോലെയൊക്കെ ഉണ്ടല്ലോ, അതന്നെ എത്ര സത്യമാണ് നമുക്ക് മനസ്സിലാക്കാം. എന്താ വെച്ചാൽ പറയുന്നുണ്ടല്ലോ, ഇപ്പോ ലഹരി ഉപയോഗിക്കാത്ത മക്കളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവര് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ് ഉണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി വരുന്ന വസ്തുക്കളൊക്കെ എന്താണ്, ഹറാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള മക്കളൊക്കെ അത് വളരെയധികം യാഥാർത്ഥ്യമാക്കി ജീവിച്ചില്ലെങ്കിൽ അവിടെ ജീവിതം എന്താവും, ഒരു മോശമായ രൂപത്തിലൂടെ കടന്നു പോകും. സമൂഹം തന്നെ ഒരു മോശമായ അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പോൾ പല രൂപത്തിലുള്ള ലഹരികളാണ് ഇപ്പൊ വിപണിയിലുള്ളത്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് മദീനയില് അല്ലെങ്കിൽ ഇസ്ലാമില് എന്തായിരുന്നു ലഹരി, ആ കാലഘട്ടത്തിൽ നിന്നാണ് റസൂൽ ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിൽ ഈ കള്ള് ഇതൊക്കെ ഹറാമാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. കള്ളൊക്കെ ഹറാമാക്കിയ സന്ദർഭത്തില് ഈ കള്ളിന്റെ പുഴക്ക് ഒഴുകിയെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്താ വെച്ചാൽ ഈ
ഈ സ്വഹാബികളൊക്കെ വീട്ടിലൊക്കെ കള്ളൊക്കെ സൂക്ഷിച്ച് ഇഷ്ടംപോലെ സൂക്ഷിച്ചിട്ട് അത് ഹറാമാണെന്ന് കണ്ടപ്പോ അതൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് ഒരുപാടായിട്ട് ഒഴുകണൊക്കെ റസൂലുള്ളാഹി നേരിട്ട് കണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോ ഇതൊക്കെ സഹാബത്ത് വീട്ടില് സൂക്ഷിച്ച് വെച്ചിരുന്നാന്ന് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് സ്വഹാബത്ത് അതിനെ അനുസരിച്ചു എന്നുള്ളതാണ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് അവര്. നബിത്തങ്ങളുടെ വഫാത്തിന്റെ സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണാം നബിത്തങ്ങളുടെ വയ്യാണ്ട് കിടക്കാൻ സമയം ഉണ്ടായിട്ടുണ്ട്. അവസാന ആ മരണത്തിന്റെ സമയത്ത് വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ഇപ്പോൾ റൂമിൽ കിടക്കുമ്പോൾ ആ ഒരു ചുമരിന്റെ ബാക്കിലായിട്ട് ഭൂവക്രതങ്ങളും സ്വഭാവത്തൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ എപ്പോഴും ഇമാമ് നിൽക്കല് നബിത്തങ്ങളാണ് അവിടെ ഇമാമ് നിൽക്കല്. അങ്ങനെ നബിത്തങ്ങൾ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഭൂവക്രതങ്ങൾ ഇമാമ് നിൽക്കാനും വേണ്ടി കയറാണ് ബാക്കിൽ അനുയായികളുണ്ട്. അത് നിൽക്കുമ്പോൾ നബിത്തങ്ങൾ കറക്റ്റ് ചുമരിന്റെ ജനാലിലാണ് കറക്റ്റ് നീക്കി നോക്കിയപ്പോ ഇവർ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നബിത്തങ്ങൾ ഈ കറക്റ്റ് നീക്കിയത് നബിത്തങ്ങൾ നോക്കണ അബൂബക്കർ കണ്ടപ്പോൾ എന്ത് ചെയ്ത് നബിത്തങ്ങൾ വന്നോട്ടെ ഇമാം മുന്നോട്ടെ എന്ന് കരുതിയിട്ട് അബൂബക്കർ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി കൊടുത്തു. അങ്ങനെ നബിത്തങ്ങൾ കൈകൊണ്ട് ചെറിയ പുഞ്ചിരിയുടെ ആമി കാണിച്ച് തുടങ്ങിയപ്പോ അധികം ആമി കാണിച്ചുകൊണ്ട് ഒരു നിസ്കാരം അങ്ങനെ തുടങ്ങി. ആ നിസ്കാരത്തിന്റെ ആ നബിത്തങ്ങൾ അപ്പം നോക്കിയപ്പോ അങ്ങനെ നബിത്തങ്ങൾ കറക്റ്റ് കൂട്ടി. അങ്ങനെ അന്ന് സ്വഭാവത്ത് എന്ന് പറഞ്ഞീനി എന്ത് അന്ന് നബിത്തങ്ങൾ അധികം വയ്യാണ്ട് കിടക്കുമ്പോഴും ആ ജനലോട് നോക്കിയപ്പോ ഒരു വെട്ടിത്തിളങ്ങണ ഖുർആനിലെ നടുപ്പേജ് പോലെ വെട്ടിത്തിളങ്ങണ ഒരു പ്രകാശ ഒരു മുഖേന അന്ന് കണ്ടിരുന്നത്. അബൂബക്കർ കരഞ്ഞോട് പറഞ്ഞു ചെയ്ത് ഇതാണ് എന്റെ അവസാനം അബൂബക്കർ കണ്ടത്, മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കണ്ടത് ആകെ കാണലാണ്. വേളയിൽ ഇങ്ങനെ കിടക്കുമ്പോ പോലും നബിത്തങ്ങളെ ചുണ്ടിങ്ങനെ മന്ത്രിക്കുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ചെവി കൊടുത്തിട്ട് ചോദിക്കാണ് എന്താ പറയുന്നത് കേട്ടപ്പോഴാണല്ലോ നിമിത്തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിമിത്തങ്ങള് ആ മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അവഗണിക്കുന്ന ഒരു വിഷയമാണ് നിസ്കാരം എന്നുള്ളത്. കാരണം മുസ്ലിം നാമധാരികൾ പോലും നിസ്കരിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ മരണത്തിന്റെ വേദന എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേദന ഉള്ള ഒരു എല്ലാം മറന്നു പോകുന്ന ആ വേദനയിൽ. കാരണം മരണത്തിന്റെ വേദന ഏറ്റവും കൂടുതൽ വേദന നമ്മളുടെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളത്. ആ ഒരു സമയത്ത് പോലും തന്റെ ഉമ്മത്തിനെ നെഞ്ഞോട് ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അസ്സലാ അസ്സലാ എന്നുള്ളത്. അപ്പോൾ വസിയത്തായിട്ട് നമുക്ക് തന്നൊരു വിഷയമാണ് നിസ്കാരം എന്നുള്ളത്. നമ്മള് പരിഗണിക്കാത്തൊരു വിഷയം കൂടിയാണ്. അപ്പൊ നമ്മുടെ സമുദായത്തിൽ വളർന്നു വരുന്ന ഇപ്പോ ശുഭ്രവസ്ത്രധാരികളായ നമ്മളൊക്കെ അടക്കം ഈ പറയുന്ന നമ്മളൊക്കെ അടക്കം നമസ്കാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട സന്ദേശം റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ നമുക്ക് നൽകിയൊരു സന്ദേശം എന്നുള്ളത് നിസ്കാരമാണ്. കാരണം ഏതൊരു തിരക്കുള്ള മനുഷ്യന്മാർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു ഈ പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഏറ്റവും ഉദ്ദേശിക്കുന്ന ഒരു പരമമായ സത്യം നിസ്കാരമാണ്. അപ്പൊ നിസ്കാരമൊക്കെ നിലനിർത്താനുള്ള തൗഫീഖ്. നമ്മള് ഇപ്പൊ ഇതുവരെ സംസാരിച്ചു റസൂലുള്ളാഹിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം, അതുപോലെ റസൂലുള്ളാഹി മറ്റൊരാൾക്ക് കൊടുത്ത പരിഗണന, അതുപോലെ റസൂലുള്ളാഹി മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഓരോ ശാസ്ത്രരംഗത്തുള്ള ഓരോ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പരിഗണന, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശുദ്ധി, തുടക്കം തങ്ങളുടെ മരണാനന്തരത്ത് ഉമ്മത്തിനെ ഓർത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു പൊരുത്തത്തിലായിട്ട് നമുക്ക് ജീവിക്കാൻ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇങ്ങനെ നമ്മൾ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.